എൻ്റെ മോനെ ഇതുപോലൊരു ഷോക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. 4 വർഷമായിട്ട് ഒരു ഫുഡ് ബ്രാൻഡ് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു ക്ലയൻസും ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു 2 ദിവസം മുമ്പ് ഒരു കോൾ വരികയാണ്. ഹലോ നൈപുണ്യല്ലേ, നീ എന്നതാ വച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വീണ്ടും സോറി സർ, എന്താ കാര്യം എന്ന് മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ ചോദിച്ചു ഈ പൊടികളിലൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. പൊടികളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്പൈസസ് ആണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നോ കംപ്ലൈൻറ്റ് വല്ലതും ആയിരിക്കുമോ, എന്താണ് എന്നറിയണമല്ലോ. സാധാരണ ഫീഡ്ബാക്ക് പറയാനും എല്ലാം വിളിക്കുന്നത് സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും. ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെ മറുപടി പറയണം എന്നൊക്കെ ഉള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. ഒന്ന് സ്റ്റക്കായി. ഒരു 2 സെക്കൻഡ് ഭയങ്കര സൈലൻസ്. ഞാനൊന്നും പറയുന്നില്ല, ആളും ഒന്നും പറയുന്നില്ല. അതിനുശേഷം ആളിങ്ങനെ പറയാണ്, ഇയാൾ ഇതിൽ എന്ത് ചേർത്താലും ശരി, പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന കറികൾക്കൊരു മണം ഉണ്ടായിരുന്നു. ഈ പൊടികൾക്ക് ആ ഒരു മണവും രുചിയും ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല ഇനി എന്ന് വിചാരിച്ച ആ ടേസ്റ്റ് മണവും തന്ന ആൾക്കാരെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വിളിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈപുണ്യം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനായി കരുതി വയ്ക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവളുടെ അമ്മ ഉണ്ടാക്കുന്ന സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഫുഡ് നാളെ ലോകത്ത് എവിടെ പോയാലും ആക്സസിബിൾ ആക്കി വെക്കണം. ഈ ഒരു ലക്ഷ്യം മാത്രമേ നൈപുണ്യയിൽ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഈ ഒരു കോൾ കിട്ടിയപ്പോഴത്തേക്കും ചില ആൾക്കാർ ഫീഡ്ബാക്ക് നമുക്ക് അയക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ്, വേറെ പ്രത്യേകതകളൊന്നും തോന്നുന്നില്ല, കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് ഒരു ഫീൽ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനൊരു അപ്രീസിയേഷൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഒരു മറുപടി, ഒരു താങ്ക്സോ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, നമ്മൾ ഹൃദയത്തിൽ തൊട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗുണം, ഒരു നന്മ ബാക്കിയുള്ളവരിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് പലർക്കും ഇതൊരു സേഫ് ആൻഡ് സെക്യൂർ ഫുഡാണ്, പലർക്കും ഇതൊരു വലിയ സഹായമാണ്, പലർക്കും ഇതുപോലെയുള്ള നല്ല മെമ്മറീസ്, പഴയ ഓർമ്മകൾ ഉണ്ടാക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഷോക്കും അപ്രീസിയേഷനുമാണിത്. താങ്ക് യു.